ഓഡോയിൽ നമ്മൾ ഇൻവോയ്സ് ഫോളോ അപ്പ് പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഒരു ഇൻവോയ്സ് ഡ്യൂ ആകുന്നതിന് മുന്നേ നമ്മൾ ഇന്ന ദിവസം ഡ്യൂ ആകുന്നുണ്ട് ഫോളോ അപ്പ് പിന്നെ പേയ്മെൻറ്റ് പ്രൊസസ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള മെയിലേക്കാം. അതിനുശേഷം ഡ്യൂ കഴിഞ്ഞിട്ട് 10-15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ ഡ്യൂ ആയിട്ട് 15 ദിവസമായിട്ടുണ്ട് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയക്കാം. അത് കഴിഞ്ഞ് 30, 60, 90 ദിവസങ്ങൾ ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഓരോ തീവ്രത കൂടിക്കൊണ്ട് അതിൻ്റെ ലെറ്ററിൻ്റെ മാറ്റർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മെയിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഓഡോയിൽ ഓട്ടോമാറ്റഡ് ആയിട്ട് ഇത്തരം ഇമെയിലുകൾ അല്ലെങ്കിൽ SMS അയക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ആ കസ്റ്റമറുടെ ഇമെയിൽ ID, SMS നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ 15 ദിവസം കഴിയുമ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്യൂവിന് മുമ്പ് എന്താണ് പറയേണ്ടത്, 15 ദിവസം കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്, ഈ മാറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് ആക്കി വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഓടും. അതാത് സമയത്ത് അതാത് ഡേറ്റിന് അയച്ചോളും. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അത് പ്രോഗ്രാമിംഗ് നോളജ് ഒന്നും ഇല്ലാതെ നമ്മൾ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അത് ഈസി മെത്തേഡിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കോൺഫിഗറേഷനിൽ ഫോളോ അപ്പ് ലെവൽസ് നോക്കാം. ഇവിടെ ഇപ്പോൾ 15 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒന്നുണ്ട്. അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പം SMS അയക്കുമ്പോൾ SMS-ൻ്റെ ടെംപ്ലേറ്റ് വേണം. ഇപ്പം നമ്മൾ ഇമെയിൽ മാത്രം നോക്കാം. എത്ര ദിവസം കഴിഞ്ഞിട്ട് റിമൈൻഡ് 15 ഡേയ്സ് ആഫ്റ്റർ ആണ്. അപ്പോൾ 15 ഡേയ്സ് ആഫ്റ്റർ ആണെങ്കിൽ കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ ഉള്ളത്. ആ മാറ്റർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് 15 ദിവസം കഴിഞ്ഞിട്ടുള്ള മാറ്റർ. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റ് നെയിം ഇങ്ങനെയുള്ള സാധനങ്ങൾ എഡിറ്റ് ചെയ്യാതെ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫോർമാറ്റ് എമൗണ്ട് ഇത് നമ്മളെ എമൗണ്ടാണ്. അത് എമൗണ്ടാണ് നമ്മൾക്കറിയാം. അപ്പോൾ നമ്മൾ മറ്റുള്ള മാറ്റർ നമ്മൾ മാറ്റാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിപ്പം ബിഫോർ 2 days ആണെന്ന് വിചാരിക്കാം, 2 ദിവസം മുന്നേ ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ റീസെറ്റ് ചെയ്ത് നമ്മൾ ടെംപ്ലേറ്റ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് റിമൈൻഡർ എന്നുള്ളത് 2 days ബിഫോർ ഡ്യൂ, 2 ദിവസം മുന്നേ ആണ് വിചാരിക്കും. അപ്പം നമ്മൾ ഡിയർ കസ്റ്റമർ പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ മാറ്റർ ഇത് നമുക്കറിയാം എമൗണ്ട് ആണെന്ന് അറിയാം. അപ്പോൾ ഇത് എമൗണ്ട് ആണെന്ന് പറയുമ്പോൾ ഈ മാറ്റർ അതായത് ഇത് എമൗണ്ടാണ് നമുക്കറിയാം. അപ്പം ഇങ്ങോട്ട് നമുക്ക് ഇവിടെ കൊടുക്കും. നമ്മൾ ബാക്കി മാറ്റർ നമുക്ക് പറയും. നമുക്കിവിടെ മാറ്റർ പറയാം. ഫോർ എക്സാമ്പിൾ ആസ് പെർ അവർ കോഴ്സ് amounts to നമ്മൾ ഇതിന് താഴത്ത് പറയാണ് ഇതിനകത്ത് ഡ്യൂ ആകുന്നുണ്ട്. അപ്പോൾ കൈൻഡ്ലി പ്രോസസ് കൈൻഡ്ലി എന്താണ് പ്ലീസ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് അടിക്കുന്നു. നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. നമ്മൾക്ക് വേറൊരു ടെംപ്ലേറ്റ് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി ഇവിടെ കോപ്പി ചെയ്യുന്നു. അത് 15 ഡേയ്സ് ആഫ്റ്റർ ഡ്യൂ. നമ്മൾ 15 ഡേയ്സ് ആഫ്റ്റർ ഡ്യൂ നോക്കി ഇതിനെ നമ്മൾ സേവ് ചെയ്തു. 15 ഡേയ്സ് ആഫ്റ്റർ ഡ്യൂസ് എന്നിട്ട് ഇതിൻ്റെ മാറ്റാം. ഓക്കെ, ഞാൻ വെറുതെ എഴുതുന്നതാണ്. 15 ഡേയ്സ് വെറുതെ മാറ്റർ അടിക്കുന്നത്. അതിനെ സേവ് ചെയ്തു. ഓക്കെ, ഇനി അതിനെ വീണ്ടും ഒന്നുകൂടി ആക്കാം. 30 ഡേയ്സ് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ദിസ് ഈസ് ആഫ്റ്റർ 30 ഡേയ്സ് എന്ന് സേവ് ചെയ്തു. ഇപ്പം നമ്മൾ 3 ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഫോളോ അപ്പ് ലെവൽസിലേക്ക് പോയി നോക്കാം. ഇപ്പം നമുക്ക് 15ാമത്തെ ദിവസം എന്താണ് ഇവിടെ മാറ്ററൊക്കെ പറഞ്ഞ് 15 ദിവസം റിമൈൻഡ് 15 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മളിവിടെ ശരിയാക്കി വെച്ച 15 ഡേയ്സ് ആണ്. അത് സെലക്ട് ചെയ്തു. ആ സെറ്റ് ഫോളോ അപ്പ് ലെവൽ സെറ്റ് ചെയ്തു, ടെംപ്ലേറ്റ് ആയി. പിന്നെ അടുത്ത ന്യൂ 30 ഡേയ്സ് ആഫ്റ്റർ ഡ്യൂ ആണ് വിചാരിക്കുക.
ഇമെയിൽ അയക്കണം. നമ്മൾ ഇവിടെ 30 days after due date നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് അത് ഇവിടെ 30 ദിവസം എന്ന് കൊടുക്കുക. 30 ദിവസം കഴിഞ്ഞിട്ട് അതും സെറ്റ് ചെയ്തു. ഇനി പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. 2 days ബിഫോർ ഡ്യൂ ഡേറ്റ് എന്നടിക്കുക. ഇവിടെ ഡ്യൂ ഡേറ്റിന് മുന്നേ കൊടുക്കുമ്പോൾ മൈനസ് കൊടുക്കുക, -2 കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2 days ബിഫോർ ഡ്യൂ ഡേറ്റ് കൊടുത്തു, അതും സേവ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ഫോളോ അപ്പ് ഇമെയിലുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇതെങ്ങനെയാണ് പിന്നീട് അയക്കുന്നതിന് വേണ്ടി സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് അത് കാണാൻ പറ്റുന്നതാണ്.